മച്ചന്മാരെ നമ്മളിവിടെ ഉള്ളത് എന്താ പറയാ ഒരു ഇന്റർനാഷണൽ ലെവല് ഒരു യാത്രയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഇന്റർനാഷണൽ യാത്രയാണ്. അങ്ങ് അമേരിക്ക തൊട്ട് യൂറോപ്പ് വരെയുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നാൽ ഇവിടുത്തെ സ്ഥിതി മനസ്സിലാവും. അവർ ഞെട്ടിപ്പോകും ഇത് എങ്ങനെ സാധിക്കും എന്നുള്ളത്. അത്രയ്ക്ക് സൂപ്പർ മനോഹരമായിട്ടുള്ള യാത്രയാണ്. ഇനി ഇവിടെ നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മറ്റേ വിനോദ യാത്രക്ക് പോകണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇവിടേക്ക് വന്നാൽ കുന്നിന്റെ മുകളിലേക്കും മലേന്റെ മുകളിലേക്കും ഒന്നും പോകേണ്ട ആവശ്യമില്ല. വയനാട് പിടിക്കുക എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ഈ പരപ്പനാടി കടലുണ്ടി റോഡിൽ വന്നാൽ നല്ല ഇന്റർനാഷണൽ ലെവൽ നല്ല ഓഫ് റോഡ് യാത്ര കിട്ടും. അടിപൊളി. കാതുകി എന്താ മക്കളെ ആ ടയറിനെ കുയിലേക്ക് ഇറങ്ങുന്നതും പോരും. ഓ സൂപ്പർ. ഇത്രയും നല്ല സംഭവം വേറെ കിട്ടായി അല്ലേ? അടിപൊളിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് നല്ലത് എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നത്. പരപ്പനങ്ങാടി ടു കടലുണ്ടിലേക്ക് പോകുന്ന അതിമനോഹരമായ യാത്ര. കോഴിക്കോടിന് മാത്രം. അതെ കുണ്ടും കുഴികളും നിറഞ്ഞ എന്തൊരു രസമായി യാത്ര. ആൾക്കാർ എൻജോയ് ചെയ്യുന്നു. ഈ കുഴിലേക്ക് ഇങ്ങനെ ഈ ടയറിങ്ങനെ ഇറങ്ങുമ്പോൾ സുഖം. അത് പൊന്തിയും താന്നും കളിക്കുമ്പോഴുള്ള സുഖേ അമ്മോ. ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അതെ എന്തൊക്കെയാ അറിയോ? പറയൂ. നമുക്ക് ഉരവേദന കിട്ടും, തലവേദന, നടുവേദന, ഇതെന്താ പേശിവേദന ചെയ്യാ തോന്നുന്നു. പേശിവേദന ഇയാൾ കാര്യമായിട്ട് ഇവിടെ കൊയിലിനൊക്കെ എൻജോയ് ചെയ്യാണ്. നോക്കി ഇത് കുളമാണ്. റോഡിലെ ഏറ്റവും വലിയ കുളം. നമുക്ക് ഇവിടെ ഒരു ആമ്പൽപ്പൂവ് പിടിപ്പിക്കണേ. ആഴയൊക്കെ വെക്കാം. ആമ്പൽച്ചെടിയും താമരച്ചെടിയും പിടിക്കണം. ആഹാ അത് വിരിഞ്ഞ എന്ത് രസം ഉണ്ടാവില്ലേ? ഇതിലൂടെ പോയ മറ്റൊരു ഗുണമുണ്ട് കേട്ടോ. എന്താ വെച്ചാല് അലർജിന്റെ പണി കൂടും. അത്രയ്ക്കും നല്ല പൊടിയാണ് നമ്മളെ ശ്വാസകോശത്തേക്ക് എത്തുന്നത്. പുക വലിക്കരുത്, നോ സ്മോക്കിംഗ് എന്ന് പറയുന്ന നമ്മൾ ചെറിയ കുട്ടികൾ തൊട്ട് വലിയവർക്ക് വരെ എന്ത് വരും? അലർജിയുടെ ചുമ, ജലദോഷം, കഫകെട്ട്. അത്രയ്ക്കും അതിമനോഹരമായ നല്ല പൊടികളാണ് നമ്മൾ ശ്വസിക്കുന്നത്. അവിടെ എന്താ നോക്കിയാ? അവിടെ തിരുവാതിര കളിയാണോ? ആവില്ല, വെള്ളത്തിൽ നീന്തുകയായിരിക്കും. ബസ്സും ലോറിയും ആൾക്കാർ എൻജോയ് ചെയ്യും. ആൾക്കാർ എൻജോയ് ചെയ്യാണ്. ഇപ്പൊ തന്നെ വീണേനെ. ആ ബസ് കൊറേ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അന്ന് മുന്നോട്ട് പോവേ. എല്ലാരും കാത്തിരിക്കും. അതെ ആൾക്കാർക്ക് നല്ല ക്ഷമാശീലം കിട്ടും. നമുക്ക് പറഞ്ഞില്ലേ വലിയ വലിയ ആൾക്കാർ പറഞ്ഞ കേട്ടില്ലേ നല്ല ക്ഷമ വേണം നമുക്കിന്ന്. പെട്ടെന്ന് ദേഷ്യപ്പെടരുത്. അതിപ്പോഴാണ് നമുക്ക് ഉപകാരപ്പെടാം. പറയാൻ കാരണം നമ്മൾ ഇങ്ങനെ ഈ വണ്ടിയിൽ പോകുമ്പോ എന്തൊരു നല്ല ക്ഷമയാണ് നമുക്ക് കിട്ടുക. ഒരിക്കലും തിരക്കില്ലാത്ത റോഡായത്. ജോലിയായിട്ട് നമുക്ക് ഇങ്ങനെ വരാം. ആരും പേടിക്കണ്ട. മുന്നിലൊരു ബ്ലോക്കും ഉണ്ടാവില്ല, ഒന്നുമില്ലാണ്. ചേട്ടൻ വണ്ടി തിരിച്ചു കൊടുത്തു. പക്ഷെ മഴവെള്ളം റോഡിൽ തൊട്ടപ്പോളേ ആഹാ എന്തൊരു ബ്ലോക്കാണ്. നല്ല രസമല്ലേ ഈ ബ്ലോക്കൂടെ പോവേ. ഈ കൂടിയ പെട്രോളിന്റെ സമയത്ത് ഇങ്ങനെ വണ്ടി പോകുമ്പോ നല്ല പെട്രോൾ ചെലവുണ്ടാവും. പെട്രോൾ പമ്പറൊക്കെ രക്ഷപ്പെടുന്നേ. കുഴിയോട് കുഴി. എന്താ കോട്ടി കളിക്കാനുള്ള കുഴി. ആഹാ അടിക്കാ. ശരി, വെള്ളത്തിന് നടുവില് വേസ്റ്റും കൊണ്ടേടാ. ഇതിപ്പോ ലാവായിരുന്നു. ഈ കുളത്തിൽ നിന്നായെങ്കിലും വന്ന് കുളിച്ചാൽ കുട്ടികൾക്ക് മസ്തിഷ്കജ്വരം വരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത്രയും വൃത്തിഹീനമല്ല. നാളെ രാവിലെ ഒന്ന് കുളിച്ചാലോ? അവിടെ നാളെ രാവിലെ ഒന്നുകൂടെ കുളിച്ചാലോ? നാളെ രാവിലെ ഒന്ന് കുളിക്കുക. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്കൊരു സോപ്പ് സെറ്റ് വാങ്ങിട്ട് വരാം. പിന്നെ പറയാൻ കാരണം ഇവിടെ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയിട്ടൊരു കുളി വേണല്ലോ. വേണ്ടി വരും. അയ്യോ എടാ ജിമ്മും പോണ്ട. അല്ല ഇത് എനിക്ക് തോന്നുന്നുണ്ട് അറിയോ, കുളത്തിന് നടുക്കൂടെ റോഡ് ഉണ്ടാക്കിയാണോ സംശയമുണ്ട്. കുളത്തിന് നടുക്കൂടെ ഒരു ആംബുലൻസ് വന്നാൽ തീരാവുന്ന പ്രശ്നം തന്നെ. അതെ അത് ആംബുലൻസ് ഒക്കെ ഇപ്പൊ വരാണെങ്കിൽ ആ ആംബുലൻസ് മെഡിക്കൽ കോളേജ് എത്തണമെങ്കിലേ
രോഗീന്റെ കഥ അധോഗതിയോ. ആംബുലൻസ് 2 കുഴി ചാടുമ്പോഴത്തേനും രോഗീന്റെ പണി പാളും. ഒരു ചേട്ടൻ കോഴിക്കോട് നടന്നത്. നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ നമ്മുടെ അടുത്ത് റോഡ് ടാക്സ് എത്ര പേർ റോഡ് ടാക്സ് മേടിക്കുന്നുണ്ട് അല്ലേ? മറ്റേത് അല്ല പലതും മേടിക്കുന്നുണ്ട്. അയ്യോ അയ്യോ ഇതെന്താ വീഴാൻ പോയോ? അല്ല വീഴാൻ പോയോ? അതാ അടുത്തത്. ഹെൽമെറ്റ് ഇടില്ലെങ്കിൽ ഭയങ്കര ഇവിടെ ചാർജ് ആട്ടോ. ഹെൽമെറ്റ് വേണം. ഹെൽമെറ്റ് വെക്കണം എന്ന് പറഞ്ഞത്. സീറ്റ് ബെൽറ്റ് എട്ടിടേണ്ട ആവശ്യമില്ല, ഇനി ഇവിടുന്ന് എട്ടിടാം. സത്യം പറഞ്ഞാലും ഇത് കൂടെ ആകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മൾ കുലുങ്ങി ആളില്ലാണ്ടായി പോകും. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ വീണ് തല പൊട്ടി നമ്മൾ ഇതായി പോകും. ഇവിടെ കൂടെ പോകുമ്പോഴാണ് ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഇടണ്ടേ. ഒരു കുഴി വെട്ടി. ഇതിലൂടെ പോകുമ്പോൾ എനിക്ക് പാമ്പിനെ ഓർമ്മ വരും കേട്ടോ. ഒരു പാമ്പ് ഇഴഞ്ഞു പോണ പോലെയാണ് നമ്മളെ വാഹനങ്ങൾ ഇഴഞ്ഞു പോകുന്നത്. വളഞ്ഞും പുളഞ്ഞു. പെട്രോൾ പമ്പിലേക്ക് വേഗം എത്താലോ. ഇത് കൂടെ പോയ മറ്റൊരു ഗുണം എന്താ വെച്ചാല് നമുക്ക് ഏത് നരകത്ത് പോയാലും ശരിക്കും വണ്ടിയൊക്കെ നമുക്ക് പൊന്തിച്ചു കൊണ്ടോണ്ടേ ഇന്നത്തെ കോഴിന്നൊക്കെ. മോനെ വണ്ടി പോണ സ്റ്റൈലൊക്കെ നല്ല വന്ന് പതുങ്ങി ഒരു പുലി മറ്റൊരു മാന പിടിക്കാൻ പോണ പോലെ അല്ലേ? പതുങ്ങി പോണത്. അയാള് കുറച്ചും കൂടി കൂട്ടി നമ്മള് ട്രക്ടർ പമ്പിന് കുഴിക്കൂടാതെ പോവാ. വന്ന് പമ്പിലും കുഴിയായി. അതടുത്ത കുഴി 1 2 3 4 5 6 7 8 പൊടി കയറിയത് കൊണ്ടാണോ എന്ന് അറിയില്ല. ഇതൊക്കെ പൊടിച്ചേ. ഈ JCB എന്തിനാ ഇവിടെ? JCBയോ? JCBക്ക് പോലും കൂടെ പോവാൻ കഴിയില്ല. വെച്ചതോ പാവങ്ങൾ. മനോഹരമായ കാഴ്ചകൾ കേട്ടോ. നിങ്ങളുടെ കാഴ്ചകളൊന്നും ആർക്കും കാണാൻ കഴിയില്ല. ആ ഓട്ടോറിക്ഷ പോണ നോക്കും മോനെ. Oh my God! എന്റെ അമ്മേ, നമ്മൾ ഒന്നും കൂടി ലൈസൻസ് എടുക്കേണ്ടി വരും. അതെ, ലൈസൻസ് എടുക്കാൻ ഒരുപാട് നിയമങ്ങളല്ലേ. ഇത് കൂടെ ഓടിച്ച ആൾക്കാർക്ക് എത്ര നിയമങ്ങൾ ചെയ്താലും അവർക്കാണ് പോയി ലൈസൻസ് എടുക്കാൻ കഴിയും. പുതിയ ലൈസൻസ് എടുത്തിട്ട് വേണം വണ്ടി ഒന്ന് നടക്കാൻ. ലൈസൻസ് എടുത്താൽ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ അത് ഓടിക്കാത്ത ആൾക്കാർക്ക് ഉപകാരപ്പെടും പെട്ടെന്ന് ലൈസൻസ് എടുക്കാൻ. ഇപ്പൊ ലൈസൻസ് എടുക്കുന്നത് നല്ല ഉപകാരം. ആ കാറ് അപ്പുറത്തെ വീട്ടിലെ തൊടി കൂടെ അത് നോക്കാം. അത് കുഴിയിലാണ് നിർത്തിയിട്ടേ. കുഴി കണ്ണൊന്ന് മാളിയാ കണ്ണൊന്നും മാളിയാല് അല്ലേ? സത്യം പറഞ്ഞാലേ കേൾക്കണ്ടേ, നമുക്ക് സത്യം പറഞ്ഞ ഈ റോഡ് വിട്ടിച്ച് ഈ ഇത് കൂടെ പോവാം. റോഡിനെക്കാട്ടി സുഖമാണ് ഇത് കൂടെ പോയാൽ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് കൂടെ പോകുമ്പോ നമ്മള് പ്രഥമ ശുശ്രൂഷന്റെ സാധനങ്ങളൊക്കെ എടുക്കണം. അതായത് ഇമ്പക്കിന്റെ മുറി പറ്റിയാൽ കെട്ടാനും മരുന്ന് ബാൻഡേഡൊക്കെ ആയിട്ട് അതെ ഫസ്റ്റ് എയ്ഡ് കോഴ്സ് ആയിട്ട്. എപ്പോഴാണ് നമ്മൾ വീഴുക പരിക്ക് പറ്റുന്നത് പറയാൻ കഴിയില്ല. ചിലപ്പോ വീണാക്കാം, ചിലപ്പോ മരിച്ചേക്കാം. മരിച്ചു കഴിഞ്ഞാൽ വലിയൊരു ചർച്ച ആവാം. ആ ചർച്ച ആയതിനു ശേഷം ചിലപ്പോ ഈ കുണ്ടിലൊക്കെ സിമെന്റ് ഇടാതെ കോൺക്രീറ്റ് ചെയ്യാം, മണ്ണിട്ട് മൂടി ചെയ്യാം. ഇതിനൊരു അന്ത്യമില്ലേ അമ്പാനെ? ഇതിന് അന്ത്യമില്ല അമ്പാനെ. വർക്ക്ഷോപ്പിലേക്ക് പോയ സുഖാട്ടോ. വർക്ക്ഷോപ്പുകാർക്ക് ലാഭം പറയാൻ കാരണം 2 പ്രാവശ്യം ഇത് കൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാല് 3ാമത്തെ പ്രാവശ്യം ഒരു 10 വണ്ടി അടുപ്പിച്ച് കിട്ടും. ഉറപ്പാണ്. വർക്ക്ഷോപ്പാരപ്പോ ബസ്സിലെ വരില്ലെന്ന് അപ്പൊ പറഞ്ഞിട്ട് മൂപ്പര വണ്ടി നന്നാക്കി വന്നിട്ട് മൂപ്പര് കഴിക്കേ മൂപ്പര് നടന്നിട്ടും പിന്നെ ബസ്സിലൊക്കെ വരുന്നത് ചെയ്യുന്നില്ല.
പോവാ ഞാൻ പോലീസുകാർക്ക് കിട്ടില്ല. PWD റോഡ് കീറി അങ്ങനെ ചമ്മാട് മുതൽ നമ്മുടെ നടപ്പാറ വരെ എത്തുന്ന PWD റോഡ് കീറിയപ്പോ